കുമാർ, ഞാൻ ഈ ക്ഷേത്രത്തിലെ കറുപ്പസ്വാമി കോവിലിൽ വളരെ കാലം പൂജ ചെയ്തിരുന്നു. ഇപ്പോൾ 17ാമത്തെ വർഷമാണ് കറുപ്പസ്വാമിയുടെ ഈ വേഷം അണിയുന്നത്. കറുപ്പം തൊഴുന്ന ചടങ്ങ് 3ാം ഉത്സവം തൊട്ട് 8ാം ഉത്സവം വരെ രാത്രി 10 മണിക്ക് ശേഷവും 9ാം ഉത്സവത്തിന് രഥത്തോടൊപ്പം സ്വാമിയുടെ അകമ്പടി സേവിക്കാനായി ഈ രഥത്തോടൊപ്പമാണ് കറുപ്പം തൊഴുന്നത്. അതിനുശേഷം 10ാം ഉത്സവത്തിന് ആറാട്ടിന് പോയി കൊടിയിറങ്ങി ഈ ഉത്സവം പര്യവസാനിക്കുകയാണ്. പ്രസിദ്ധ കാനനക്ഷേത്രമായ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ചരിത്രപ്രധാനമായ രഥോത്സവം നടന്നു. പാലക്കാട് കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ രഥം വലിച്ചുള്ള ഉത്സവം അരങ്ങേറുന്ന ക്ഷേത്രമാണ് അച്ചൻകോവിൽ. ക്ഷേത്രോത്സവത്തിൻ്റെ 9ാം ദിവസത്തെ ശ്രീഭൂതബലി എഴുന്നള്ളത്തിനു ശേഷം രഥോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ഉത്സവത്തിൻ്റെ 5ാമത് ദിവസം മുതൽ രഥത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രത്യേകമായി അലങ്കരിച്ച രഥത്തിൽ വിശേഷാൽ പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം ക്ഷേത്ര മേൽശാന്തി അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കും. ഇതോടെയാണ് രഥോത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുക. കറുപ്പൻ തുള്ളലിൻ്റെയും ചപ്രം എഴുന്നള്ളിപ്പിൻ്റെയും തങ്കവാൾ, അന്നക്കൊടി എന്നിവയുടെയും സാന്നിധ്യത്തിൽ രഥം ക്ഷേത്രത്തിന് വലം വെച്ച ശ്രീകോവിലിന് മുന്നിലെത്തും. തുടർന്ന് രഥത്തിൻ്റെ ഒരു ഭാഗത്ത് മലയാളി അയ്യപ്പ ഭക്തരും മറുഭാഗത്ത് സൗരാഷ്ട്ര ബ്രാഹ്മണരും പിടിക്കും. പിന്നീട് രഥം വലിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രഥം കിഴക്കോട്ടുരുണ്ടാൽ തമിഴർക്കും പടിഞ്ഞാറോട്ടുരുണ്ടാൽ മലയാളിക്കുമെന്നാണ് വിശ്വാസം. ചരിത്രപ്രധാനവും ചിരപുരാതനവുമായ ക്ഷേത്രത്തിൻ്റെ വിശ്വാസ പൊലിമയിലാണ് രഥോത്സവം നടക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.